നമ്മൾക്ക് കുറേ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ 2ഓ 3ഓ ഇരട്ടി പൈസ നമുക്ക് ചിലവായിട്ടുണ്ട് ഡൽഹി പോയി വരേണ്ടത്. അതുകൊണ്ട് ഇനി അങ്ങനെ പോകുന്ന ആർക്കും ഒരു അബദ്ധവും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മസ്റ്റായിട്ടും മെട്രോ യൂസ് ചെയ്യുക. മെട്രോ എല്ലായിടത്തേക്കും മെട്രോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മെട്രോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇടുക. നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ ഡൽഹിയിൽ കണ്ടിരിക്കേണ്ട എല്ലാ സ്ഥലത്തേക്കും മെട്രോ ഉണ്ട്. അപ്പം മെട്രോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മെട്രോയിലേക്ക് ചിലപ്പം അധിക സ്ഥലങ്ങളിലേക്കും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ 20 രൂപ ചാർജിന് പോകാനേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ 50 രൂപേൻ്റെ ഓട്ടം ഓടിച്ചിട്ട് നമ്മളോടൊരു 250 ഒക്കെ പറയും. എന്നിട്ട് പിന്നെ അതിന് അടി ഉണ്ടാക്കി നമ്മളെ സമയം എല്ലാം പോവും. അതുപോലെ നമുക്കധികം ഹിന്ദി അറിയില്ലെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവും കൂടെ ഇല്ല. ഇവർ എങ്ങനെയാണ് ചാർജ് അങ്ങനെയൊന്നും മനസ്സിലാവില്ല. പിന്നെ ഇവരെല്ലാവരും കൂടെ നമ്മളെ നന്നായിട്ട് പിഴിയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരെ കണ്ടിട്ട് അങ്ങനെയാണ് അവിടെ ഉള്ളവരൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഇവരെല്ലാ കാര്യത്തിനും നമ്മൾ ഭയങ്കര പറ്റിക്കല്. ഹലോ, നമ്മൾ ഡൽഹി ആഗ്ര ട്രിപ്പ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. അന്നേരം നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് പോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല. അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ വീഡിയോ ലോങ് ആവുമെന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യാത്തതാണോ എന്താ അറിയില്ല. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യുന്നത് മസ്റ്റായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ടാവും. മസ്റ്റായിട്ടും ഇത് അറിഞ്ഞിട്ട് നിങ്ങൾ ഡൽഹിയിൽ പോയാൽ മതി. നമ്മൾക്ക് ഇത് നേരത്തെ അറിയാത്തതുകൊണ്ടും നമ്മളതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഡൽഹി ആഗ്ര ട്രിപ്പ് പ്ലാൻ പോകാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അതായത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മളൊരു 3-4 ഫ്രണ്ട്സ് പോകണമെന്ന് വിചാരിച്ചാലും, അല്ലെങ്കിൽ ഒരു കപ്പിൾസ് പോകണമെന്ന് വിചാരിച്ചാലും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ അച്ഛൻ അമ്മ മക്കള്, ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ, അല്ലെങ്കിൽ സിംഗിളായിട്ടാണെങ്കിലും പോവാട്ടോ, എങ്ങനെ ഒറ്റയ്ക്ക് പോവാന്നുള്ളതിൻ്റെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര ദിവസം വേണ്ടി വരും ഡൽഹി ആൻഡ് ആഗ്ര, പിന്നെ എങ്ങനെ എത്താം, അതുപോലെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയാവും, എവിടെയെല്ലാം പോകണം, അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്ലേസും വിസിറ്റ് ചെയ്യുമ്പം അതിൻ്റെ ബെസ്റ്റ് ടൈം ഏതാണ് വിസിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. പിന്നെ ഈ വീഡിയോ ത്രൂ ഔട്ടിൽ പറയുന്നത് നമുക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ചെയ്യാം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ കൂടെയാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ അവിടെ എങ്ങനെ എത്താം എന്നുള്ളത് പറഞ്ഞുതരാം. അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ്, ട്രെയിൻ, ബസ്, കാറാണ്. അതിൽ ഏറ്റവും നമുക്ക് വേഗത്തിൽ എത്തുന്നതും ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഫ്ലൈറ്റ് ആണ്. പക്ഷെ ഫ്ലൈറ്റ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 വേ എടുക്കാൻ പറ്റുമോ നോക്കാം. അതായത് അങ്ങോട്ട് പോകുമ്പോൾ ഫ്ലൈറ്റ്, അപ്പോൾ നമുക്ക് അധികം ക്ഷീണിക്കാതെ തന്നെ എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തൊക്കെ വരാൻ കഴിയും. തിരിച്ച് വരുമ്പോൾ ട്രെയിനിൽ വന്നാൽ മതി. ഇപ്പോൾ ഫ്ലൈറ്റ് ആണെങ്കിൽ 3 hours, മാക്സിമം 5 hours ആണ് വേണ്ടി വരിക. ട്രെയിൻ ആണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ 30 hours to 40 hours വേണ്ടി വരും, 30 to 40 മണിക്കൂർ. പിന്നെ സ്ലീപ്പർ AC ഒക്കെ അതിൽ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് ട്രെയിനൊക്കെയാണ് ബെസ്റ്റ് അവൈലബിൾ, എങ്ങനെ ടിക്കറ്റ് എടുക്കാം, എങ്ങനെ ടിക്കറ്റ് ഫെയർ ഒക്കെ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ബസ് നമുക്ക് കേരളത്തിൽ നേരിട്ടില്ല, ബാംഗ്ലൂർ റോഡ് ചെന്നൈ വഴിയാണ്. അത് 2-3 days തന്നെ ആവും. അപ്പോൾ നമ്മൾ Day 1 അവിടെ എത്തിയിട്ട് ഫസ്റ്റായിട്ട് ഫ്രഷായി ഈവനിങ്ങിൽ നമ്മൾ ജമാ മസ്ജിദിൽ പോയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ്. ഷാജഹാൻ 1650 to 56 കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ അടുത്താണ് ചാന്ദിനി ചൗക്ക്. ഇവിടെ റേറ്റ് വളരെ കുറവാണ്. ഡ്രസ്സ്, ഗാഡ്ജറ്റ്സ്, ചപ്പലെല്ലാം നോക്കി വാങ്ങണം. ശ്രദ്ധിക്കേണ്ടത് ഗേറ്റ് നമ്പർ 1 അവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അപ്പം നമുക്ക് ബെസ്റ്റ് സ്ട്രീറ്റ് ഫുഡും കിട്ടും. ചോള ഭട്ടൂരി, ബട്ടർ ടീ, മുഹബത്ത് ഖാ സർബത്ത്, ഇതൊക്കെയാണ് ഇവിടെ 7 മണി ആകുമ്പോഴാണ് ഇതെല്ലാം അവൈലബിൾ ആകുന്നത്. അപ്പോൾ ആ സമയത്തിന് നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മനോഹരമാണ്, ലൈറ്റുകളും പിന്നെ ആ സ്ട്രീറ്റൊക്കെ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ ആ ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് നമ്മൾക്ക് വീഡിയോ എടുക്കാനൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല, അത്രയും മനോഹരമായിരുന്നു. പക്ഷെ വേറെല്ലാം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഡേ 2 ആണ്. ഡേ 2ൽ നമ്മൾ ഫസ്റ്റായിട്ട് മെട്രോയിലേക്ക് പോവുകയാണ്. അപ്പോൾ മെട്രോയുടെ ആപ്പ് നമ്മൾ മസ്റ്റായിട്ടും ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഏതാണ് ഏതാണ് കറക്റ്റ് ആപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് ഐക്കൺ നോക്കിയാൽ മനസ്സിലാവും. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആപ്പ് യൂസ് ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് മെട്രോ ആണ് നമുക്ക് ഏറ്റവും ലാഭം. അതിൽ തന്നെ 1 ഡേ മെട്രോ കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 150ക്ക് അത് ഒരു ദിവസം റീചാർജ് ചെയ്താൽ ഫുൾ ഫ്രീ ആണ്. നമുക്ക് എല്ലാ സ്ഥലത്തും ഈ ഡൽഹിയിൽ കാണേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും മെട്രോ ഉണ്ട്. അപ്പോൾ നമുക്കത് ഫുൾ ഫ്രീ ആണ്. അങ്ങനെ അന്ന് ദിവസം മുഴുവൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും റീചാർജ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ നമുക്ക് ഈ കാർഡ് എടുക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, ഓരോ സ്റ്റേഷനിലും പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം വഴിയിൽ ഇറങ്ങിയിട്ട് വേറെ മാറി കയറേണ്ടി വരും. ഓരോ ലൈനുകളുണ്ട്, യെല്ലോ, പർപ്പിൾ അങ്ങനെയൊക്കെ. അത് നമുക്ക് എന്തായാലും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു പ്രാവശ്യം മാറി അങ്ങനെ തെറ്റി അടുത്ത ഇതിൽ ഇറങ്ങി വേറെ കയറിയാലൊന്നും പ്രശ്നമില്ല. കാരണം ഈ മെട്രോ കാർഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുൾ ഫ്രീ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ റൂം എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കിയെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ ടാക്സിക്കാരോടൊക്കെ ചോദിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഹോട്ടലിൽ പോയി ചോദിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു റിവ്യൂ ഒക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കും. എന്നിട്ട് നല്ല പൈസയുണ്ടാവും, ചീപ്പ് ഹോട്ടലും ആയിരിക്കും. സോ നമ്മൾ ഗൂഗിൾ ഫോട്ടോസൊക്കെ ഫേക്കാണ്. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ട് നന്നായിട്ട് നോക്കിയിട്ട് തന്നെ എടുക്കണം. രണ്ടാമത്തെ കാര്യം, മാക്സിമം മെട്രോ യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് എപ്പോഴും നമ്മളത് നോക്കുക. പിന്നെ ടാക്സിക്കാരോട് റൂം ഒരിക്കലും ചോദിക്കരുത്. കാരണം അവർ ടൈപ്പാണ്. അവർ നല്ല റിവ്യൂ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകും, പക്ഷെ ഒന്നിനും കൊള്ളില്ല. പിന്നെ മാക്സിമം കുറച്ച് ഡ്രസ്സുകളും സാധനങ്ങളും എടുത്തിട്ട് പോവുക. യാത്ര ചെയ്യാനും റൂം മാറാനും ഒക്കെ അതാണ് നമുക്ക് ബെസ്റ്റ്. പിന്നെ അവിടെ നിന്ന് തന്നെ ലോ പ്രൈസിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അടുത്തായിട്ട് ഫുഡിൻ്റെ ബില്ല് അപ്പോൾ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കണം. ഇല്ലെങ്കിൽ ലേറ്റ് ആവും തോറും ഇവർ പൈസയൊക്കെ കൂട്ടിയിട്ട് അവിടെ അവർക്ക് ഫേക്ക് ആവണേന്ന്, നമ്മളെ മുന്നിൽ നിന്ന് ഫേക്ക് ആവണേന്ന് ഒരു നാണക്കേടും ഇല്ലാത്ത ആൾക്കാരാണ്. അവർ 2000 രൂപയ്ക്ക് ഒരു ഫുഡിനൊക്കെ പറയും. കാരണം അപ്പം തന്നെ നമ്മൾ ബില്ല് വാങ്ങിക്കുക. ഈ ടോട്ടലായിട്ട് വാങ്ങിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതായത് 2 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കരുത്. ഹോട്ടലിൽ വെക്കിയിട്ട് ചെയ്യുമ്പോൾ വാങ്ങിക്കരുത്. അപ്പം തന്നെ ഫുഡിൻ്റെ ബില്ലൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ക്യാഷ് കൊടുക്കുക. പിന്നെ ഷോപ്പിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫോണ്, പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ വീഡിയോയിൽ കണ്ടിരിക്കുന്നതാണ് യമുന ഘാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ്. ഇത് ഡൽഹിയിൽ പോകുന്ന അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു മനോഹരമായ പ്ലേസ് ആണ്. ഇത് ഏർലി മോർണിംഗ് നമ്മൾ 6 AM ഇവിടെ എത്തണം. നമ്മൾ പറയുന്ന അത്ര സമയം നമുക്കിതുപോലെ ബോട്ടിൽ പോകാൻ പറ്റും. നല്ല ഫോട്ടോസ് എടുക്കാം, ബേർഡ്സിനെ ഫീഡ് ചെയ്യാം. പഴയ കോട്ട എന്നർത്ഥം വരുന്ന ഈ കോട്ടയുടെ ചുവരുകൾ പല സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും വീഴ്ചയും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹുമയൂണിൻ്റെയും ഷേർഷാ സൂറിൻ്റെയും ഇടയിലുള്ള കാലഘട്ടം. പുരാതന നഗരം ഇവിടെയായിരുന്നു. കോട്ടയുടെ ഉള്ളിൽ കടക്കുമ്പോൾ വലിയ കല്ലുകൊണ്ടുള്ള മതിലുകൾക്കും പുരാതന വാതിലുകൾക്കും ഇടയിലൂടെ നടക്കുമ്പോൾ സമയം നിൽക്കുന്നത് പോലെ തോന്നും. ശാന്തമായ തോട്ടങ്ങളും സമീപമുള്ള തടാകവും ചേർന്ന് ചരിത്രവും പ്രകൃതിയും കൈകോർക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. ഒരിക്കൽ രാജാക്കന്മാർ നടന്നുപോയ പാതകളിൽ നിങ്ങൾ നടക്കുന്നത് പോലെ തോന്നും. ചുരുക്കത്തിൽ ഇതൊരു കോട്ട മാത്രമല്ല, കാലം എഴുതിയ കഥകളുടെ ഒരു നിശബ്ദ ഗ്രന്ഥം കൂടിയാണ്. നമ്മളെ സെക്കൻഡ് ഡേയിൽ 3ാമത്തെ സ്ഥലത്തേക്ക് പോവാണ്. ഇതിന് വളരെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ താജ്മഹൽ ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിത സ്റ്റോറി മാത്രമല്ലേ കേട്ടത്. ഹുമയൂൺ ടോംബ് എന്ന് പറയുന്നത് ഹുമയൂണിൻ്റെ വൈഫ് അവരുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ശവകുടീരമാണ്. ഡൽഹിയുടെ മധ്യത്തിൽ ശാന്തമായി നിലകൊള്ളുന്ന സ്നേഹവും ഓർമ്മയും ചേർന്നൊരു ശില്പകാവ്യം. ചുവന്ന കല്ലുകളും വെള്ള മാർബിളുകളും ചേർന്ന് തീർത്ത ഈ അതുല്യ സ്മാരകം ഒരു രാജാവിനോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഈ മനോഹരമായ ശവകുടീരം നിർമ്മിച്ചത് ഹുമയൂണിൻ്റെ ഭാര്യയായ ബേഗ ബീഗമാണ്. ഭർത്താവിനോടുള്ള അവരുടെ സ്നേഹം ഓരോ കല്ലിലും ഓരോ കൊത്തുപണിയിലും ഇന്നും ജീവനോടെ തോന്നും.
പേർഷ്യൻ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത ഈ സ്മാരകം ഇന്ത്യയിലെ ആദ്യത്തെ വലിയ ഗാർഡൻ ടോംബ് അഥവാ തോട്ടം കൊണ്ട് ചുറ്റപ്പെട്ട ശവകുടീരം എന്ന നിലയിലും ശ്രദ്ധേയമാണ്. ചുറ്റുമുള്ള സമമിതിയോടെ ഒരുക്കിയ തോട്ടങ്ങളും വെള്ളച്ചാട്ട വഴികളും ചേർന്ന് സ്വർഗീയമായ ഒരു സമാധാനം ഇവിടെ സൃഷ്ടിക്കുന്നു. ഈ ശവകുടീരം പിന്നീട് പണിത താജ്മഹലിനു പ്രചോദനമാണെന്നത് പറയപ്പെടുന്നു. അതുകൊണ്ടുതന്നെ ഈ സ്ഥലം ഒരു തുടക്കം പോലെ പ്രണയവും കലയും ഒരുമിച്ചെഴുതിയ ആദ്യത്തെ മഹാകാവ്യം. ചുരുക്കത്തിൽ ഇതൊരു ശവകുടീരം മാത്രമല്ല, സ്നേഹത്തിന്റെ നിശ്ശബ്ദ ഓർമ്മ, ചരിത്രത്തിന്റെ സുന്ദരമായ സംഗീതം, ഡൽഹിയുടെ ഹൃദയത്തിൽ തിളങ്ങുന്ന ഒരു അമൂല്യമുത്ത്. ഡൽഹി സന്ദർശിക്കുന്നവർ തീർച്ചയായും സമയം ചെലവഴിക്കേണ്ട ഒരു ഇടം തന്നെയാണിത്. ഇവിടെ ഒരുപാട് ടോംബ്സ് ഉണ്ട്. അത് വെറുതെ വിസിറ്റ് ചെയ്ത് സമയം പാഴാക്കരുത്. ഹുമയൂൺ ടോംബാണ് മെയിൻ ആയിട്ടുള്ളത്. സോ അവിടെ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുക. പിന്നെ സമയത്തിനനുസരിച്ച് മറ്റു ടോംബുകൾ വിസിറ്റ് ചെയ്താൽ മതി. ഹുമയൂൺ ടോംബിൽ നിന്നും 600 മീറ്റർ ദൂരത്താണ് നിസാമുദ്ദീൻ ദർഗയുള്ളത്. നടന്നു പോകാവുന്ന, ഒരു റോഡ് ക്രോസ് ചെയ്ത് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഉൾവശം. ഒന്നും കൂടെ സൂം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. ഇതെല്ലാം അടുത്തടുത്തായതുകൊണ്ട് തന്നെ ജസ്റ്റ് മെട്രോ പിടിക്കുക, ഓട്ടോ പിടിക്കുക, അങ്ങനെ എളുപ്പത്തിൽ എത്താവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് എടുത്തിട്ടില്ല. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ 6ാമത്തെ സ്ഥലമാണ് അഗ്രസൻ കി ബാവോലി. ഇതൊരു സ്റ്റെപ്പ് വെല്ലാണ്. ഒരുപാട് സ്റ്റെപ്പുകൾ, 108 പടികളുള്ള ഒരു താഴേക്കുള്ള ഒരു വലിയൊരു കിണറാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചു എന്ന് വിശ്വസിക്കുന്നത് കിങ് അഗ്രസൻ എന്ന ഒരു പുരാണ രാജാവാണ്. പിന്നീട് ഇത് തുഗ്ലക് ഡൈനാസ്റ്റിയുടെ കാലത്ത് നിർമ്മിച്ചതായും പറയുന്നു. ഏകദേശം 60 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. 3 നിലകളിലായി വളഞ്ഞ വഴികളും മുറികളുമുള്ള ചുവന്ന കല്ലുപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് 7ാമതായി നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത് രാജ്ഘട്ട് ആണ്. 1948 ജനുവരി 30 ഗാന്ധിജിയെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തെ ദഹിപ്പിച്ച സ്ഥലമാണ് രാജ്ഘട്ട്. അതിന്മേൽ പിന്നീട് ഈ സ്മാരകം നിർമ്മിച്ചു. ഈ സ്മാരകത്തിന്റെ പ്രത്യേകതകൾ: ഇത് കറുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച ലളിതമായൊരു പ്ലാറ്റ്ഫോമാണ്. മുകളിൽ ഹേയ് റാം എന്ന് എഴുതിയിരിക്കുന്നു. അതാണ് ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും കത്തുന്ന ഇറ്റേണൽ ഫ്ലെയിം അഥവാ നിത്യജ്വാലയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ചുറ്റും പച്ചപ്പും ശാന്തമായ അന്തരീക്ഷവും. ഇവിടെ എത്തിയാൽ ഒരു പ്രത്യേക ശാന്തതയും ആദരവുമുള്ള ഫീൽ ഉണ്ടാകും. രാഷ്ട്രീയ നേതാക്കളും വിദേശ പ്രതിനിധികളും ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇവിടെ എത്തി ആദരവ് അർപ്പിക്കുന്നത് പതിവാണ്. ഈ സ്ഥലം യമുന റിവറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് രാവിലെ 5 മണിക്ക് തുടങ്ങിയ യാത്ര ആയതുകൊണ്ട് തന്നെ ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾ നല്ല ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് ഞങ്ങൾ പോയിട്ടുള്ളത് രാത്രി സരോജിനി മാർക്കറ്റിലേക്കായിരുന്നു. വീഡിയോ എടുക്കണം, ഓരോ കാര്യങ്ങളും പറയണം എന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷെ അവിടുത്തെ പ്രൈസ് കണ്ട് ഞാൻ ഷോക്കായി പോയി. വാങ്ങിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു. അത്രയും ഡ്രസ്സുകൾ, ഓർണമെന്റ്സ്, ചപ്പൽ, എവ്രിത്തിങ് ഒരുപാട് വില കുറച്ചിട്ടാണുള്ളത്. സോ സരോജിനി മാർക്കറ്റ് നിങ്ങളെല്ലാം വിസിറ്റ് ചെയ്യണം. ഒരു ഫോട്ടോ എടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അത്രയും ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഇന്നത്തെ 8ാമത്തെ വിസിറ്റിംഗ് എന്ന് പറയുന്നത് കുതുബ് മിനാറാണ്.
കുത്തബ് മിനാറിനെ കുറിച്ച് ഇന്ത്യയിലുള്ള ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. രാത്രി കാഴ്ച വളരെ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ 3rd ഡേ ആണ്. ഇന്നേക്ക് വിസിറ്റ് ചെയ്യാനുള്ളത് ലോട്ടസ് ടെമ്പിൾ, റെഡ് ഫോർട്ട്, അക്ഷർധൻ ടെമ്പിൾ. അക്ഷർധൻ ടെമ്പിളാണ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. പക്ഷെ ഒരു സ്മാർട്ട് വാച്ച് പോലും അതിനകത്തേക്ക് കടത്തിവിടില്ല. സോ ഒരു ഫോട്ടോ പോലും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഈവനിങ് നമ്മൾ ഡൽഹിയിൽ നിന്നും ബസ്സിൽ ആഗ്രയിലേക്ക് പോയി. റെഡ് ഫോർട്ടിന്റെ നൈറ്റ് വ്യൂ ആണിത്. ഡൽഹി ടു ആഗ്ര 3000 റുപ്പീസായി. പക്ഷെ ആഗ്ര ടു ഡൽഹി നമുക്ക് ബസ്സിന് വെറും 1000 വന്നിട്ടുള്ളൂ. ഡൽഹിയിൽ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഭയങ്കരമായിട്ട് ഇവര് പൈസ വാങ്ങിക്കും. നമ്മൾ ശ്രദ്ധിക്കണം അത്. ആഗ്ര മുഗൾ കാലഘട്ടത്തിന്റെ ശില്പകലയും സംസ്കാരവും നിറഞ്ഞ നഗരം. ഡൽഹിയിൽ നിന്നും 230 കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശിലാണ്. യമുന നദിയുടെ തീരത്താണ് ആഗ്ര സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ആകർഷണം ആഗ്ര ഫോർട്ട്, താജ്മഹൽ, ഫത്തേപൂർ സിക്രി. ഇന്ന് പുലർച്ചെയാണ് ആഗ്രയിലെത്തിയത്. നല്ല ക്ഷീണം കാരണം റെസ്റ്റ് എടുത്ത് ഈവനിങ് ആണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്ന് ആഗ്ര ഫോർട്ട് ചുറ്റിക്കാണാൻ സമയമില്ലാത്തതിനാൽ ഞങ്ങൾ താജ് വ്യൂ പോയിന്റിൽ പോകാനാണ് തീരുമാനിച്ചത്. യമുനയുടെ മറുകരയിൽ നിശബ്ദമായി കിടക്കുന്ന ഈ തോട്ടം തിരക്കിൽ നിന്ന് അല്പം മാറി നിൽക്കുന്ന ഒരു ശാന്ത ലോകമാണ്. വെള്ള മാർബിളിൽ നിർമ്മിച്ച താജിന്റെ പ്രതിഫലനം യമുനയുടെ വെള്ളത്തിൽ പതിയുമ്പോൾ പ്രകൃതിയും മനുഷ്യന്റെ സൃഷ്ടിയും ഒന്നായി ചേർന്ന ഒരു കലാസൃഷ്ടി പോലെ കാണാം. ഞങ്ങൾ റൂമിൽ നിന്നിറങ്ങി താജ് വ്യൂ പോയിന്റിലേക്ക് ഓട്ടോ പിടിച്ചു. അവിടെ എത്തുമ്പോൾ സൺസെറ്റിന്റെ സമയമാവാറായിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു യമുനയുടെ മറുഭാഗത്തു നിന്നും താജ്മഹലിനെ കാണാൻ. മനോഹരമായ ഒരു ഗാർഡൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നും താജ്മഹലിനെ നോക്കിക്കാണാൻ വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ പോയ സമയം യമുനയിൽ വെള്ളമില്ലായിരുന്നു. യമുന നദിയാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെയും താജ്മഹലിന്റെയും ഇടയിലുള്ളത് യമുന നദിയാണ്. പക്ഷെ അതിൽ വെള്ളമില്ല, വറ്റിക്കിടക്കുകയാണ്. സൺസെറ്റിന്റെ സമയത്ത് പ്രകൃതി വളരെ മനോഹരമായിരുന്നു. താജ്മഹൽ ഒരു ഗോൾഡൻ കളർ, ഒരു ചുവന്ന കളർ ആവുന്നത് പോലെ നമുക്ക് തോന്നി. അത് സൂര്യകിരണങ്ങൾ അടിച്ചതുകൊണ്ടാണ്. ആഗ്ര പോകുന്നവർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് താജ് വ്യൂ പോയിന്റ്. നെക്സ്റ്റ് ഡേ നമ്മളൊരു ഫുൾ ഡേ താജ്മഹലിന് വേണ്ടിയിട്ട് വെച്ചേക്കായിരുന്നു. അങ്ങനെ രാവിലെ 5:30 നമ്മൾ താജ്മഹലിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തി. അവിടുന്ന് 6 AM താജ്മഹൽ ഓപ്പൺ ആവുന്നത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യൻസിന്റെ ക്യൂവിൽ നമ്മളായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ വിദേശികളുടെ ഒരുപാട് നീളത്തിലുണ്ടായിരുന്നു. ബിക്കോസ് അവര് നേരത്തെ വന്ന് പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. നമ്മളാവുമ്പോൾ നമ്മൾ ഉറങ്ങി. പക്ഷെ താജ്മഹലിന്റെ ആ ഒരു ഏർലി മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. ക്രൗഡൊന്നും ഇല്ലാതെ അത്രയും കാണാൻ ഭംഗിയുള്ളത്. നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടുന്നതൊക്കെ ആ സമയത്ത് പോയാലാണ്. പക്ഷെ ചെറിയ മഴയും ഭയങ്കര തണുപ്പുമായിരുന്നു. ഇതൊക്കെയാണ് താജ്മഹലിന്റെ വ്യൂ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ അവിടെ പോയി ഇതിന്റെ ഭംഗി നേരിട്ട് കണ്ട് ആസ്വദിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇന്ത്യയിൽ ഉണ്ടായിട്ട് നമ്മൾ പോയി കാണാതിരുന്നാൽ അത്രയും നഷ്ടമാണ്.
എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ 6 AM ഓപ്പൺ ചെയ്യുന്ന സമയം തൊട്ട് 6 PM ക്ലോസിങ് ടൈം തോന്നുന്നു. പക്ഷെ നമ്മൾ ഒരു 7:30 ആയിട്ടുണ്ട്. അവിടുന്ന് നമ്മളെ ഓടിച്ച് വിട്ടേക്കാന്ന് പറയേണ്ടി വരും. അത്രയും നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. അത്രയും താജ്മഹൽ കണ്ട് അവിടെ ഫുഡ് കോർട്ടൊക്കെ അവിടെ പുറത്തുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാവുന്നതാണ്. പക്ഷെ നമ്മള് ഈ ഈവനിങ് വരെ, അതായത് ഈവനിങ് അതിന്റെ ക്ലോസിംഗ് ടൈം എപ്പോഴാണോ അതുവരെ അവിടെ ഇരുന്ന് താജ്മഹൽ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അത്രയും മനോഹരമാണ്. അത്രയും മനോഹരമാണ്. എനിക്ക് പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ചുറ്റും താജ്മഹൽ ചുറ്റും ഗാർഡനും എല്ലാം കണ്ടിട്ടുണ്ട് നമ്മൾ. അവിടെ അത്രയും മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും മസ്റ്റായിട്ട് പോയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടോ, ഈ ടോർച്ച് അടിക്കുന്നത് അവർ നമ്മൾ പോവാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ടൈം ഫോട്ടോസ് എടുത്തിട്ട് ടോർച്ച് അടിക്കുക. അപ്പോൾ ടോർച്ച് ക്യാമറയിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് ഒരു ഫോട്ടോസും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ആഗ്ര കോട്ട സന്ദർശിച്ചത്. 1565 അക്ബർ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചത്. ഇതായിരുന്നു അന്നത്തെ ഭരണ ആസ്ഥാനം, അതായത് കൊട്ടാരം. അന്നത്തെ കൊട്ടാരം ഇതായിരുന്നു. ഇവിടെ നിന്നുള്ള താജ്മഹലിന്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവിടുന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെയായിരുന്നു ഷാജഹാന്റെ തടവറ. ഇവിടെ നിന്നാണ് താജ്മഹൽ നോക്കി കണ്ടിരുന്നത്. അങ്ങനെ രാത്രി നമ്മൾ ഇവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. സ്ട്രീറ്റ് ഫുഡ് അടിപൊളിയാണ്. ഇവിടെ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ കേരളത്തിലൊന്നും കാണാത്ത ടൈപ്പ് ഫുഡുകളാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇത് നമ്മൾക്കൊന്നും ഇഷ്ടാവില്ല, നോർത്ത് ഇന്ത്യൻ ഫുഡ് നമുക്ക് ഇഷ്ടാവില്ല, സ്ട്രീറ്റ് ഫുഡെല്ലാം. പക്ഷെ കഴിച്ചു നോക്കിയപ്പോഴാണ് ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. അതിന്റെ ടേസ്റ്റും അടിപൊളിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ സൗത്ത് ഇന്ത്യൻസിനെല്ലാം ഇഷ്ടമാവുന്ന ഫുഡുകളാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന്. സ്ട്രീറ്റിലൊക്കെ ആണെങ്കിലും വളരെ വിലക്കുറവിന് 100 രൂപയുടെ ചപ്പലുകളൊക്കെയാണുള്ളത്. എനിക്ക് കൊണ്ടുവരാൻ കഴിയില്ല, അതിനും മാത്രം ഞാൻ ഷോപ്പ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരുപാട് അന്നും ഇന്നും വാങ്ങിച്ചേനെ. കാരണം അത്രയും വെറൈറ്റി, അത്രയും ഭംഗിയുള്ള ചപ്പൽസും ഡ്രസ്സുകളൊക്കെ ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ബാഗുകളുണ്ട്. പക്ഷെ നല്ല വിലക്കുറവിന്. രാത്രി വളരെ മനോഹരമാണ് കേട്ടോ. ഈ സ്ട്രീറ്റ് ഒക്കെ അടിപൊളിയാണ്, നല്ല മനോഹരമാണ്. നമുക്ക് നടക്കാനുള്ള ഇതിപ്പോ 2 മണിക്കുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. രാത്രി 2 മണിക്ക്. അന്നേരം ഭയങ്കര തിരക്കായിരുന്നു സ്ട്രീറ്റിലൊക്കെ. എല്ലാവരും ഫുഡ് വാങ്ങി കഴിക്കുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നവരുണ്ട്. ഭയങ്കര രസമായിരുന്നു അത്. ഇനി ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മളത് പോകുമ്പോഴേ നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം. നെക്സ്റ്റ് ഡേ ഫത്തേപൂർ സിക്രി ഒരു 150 കിലോമീറ്റർ ഇവിടുന്ന് ആഗ്രയിൽ നിന്ന് പോവാനുണ്ട്. അപ്പം നമ്മളത് സ്കിപ്പ് ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. താജ്മഹലിനുള്ളിൽ എന്തായിരിക്കും എന്നറിയാൻ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? താജ്മഹലിനകത്ത് കൂടുതലായിട്ടൊന്നുമില്ല.
ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഖബറിടങ്ങളാണ്. അത് മാത്രമേ ഉള്ളൂ. അത് ഫോട്ടോസ് എടുക്കുന്നത് അലൗഡ് അല്ല. പക്ഷേ ഇത് ഞാൻ അറിയാതെ എടുത്തതാണ്. എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു ഫോട്ടോസ് എടുക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ നിർത്തി വെച്ചതാണ്. അപ്പോൾ ഞാൻ എടുത്ത 1-2 ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ.